بسم الله والحمد لله اللهم صل وسلم وبارك على رسولك وحبيبك محمد صلى الله عليه وسلم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. سورة الله. ഏറ്റവും ആദരണീയരായ പ്രിയ സുഹൃത്തുക്കൾ, രാജ്യമന്ത്രി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമാഗമം അവന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാന്യരായ ശൈഖുന എം ടി ഉസ്താദ് അനുസ്മരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഉസ്താദിനെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ അകൽക്കാരെ ആദരിക്കുക, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പ് വിജ്ഞാനത്തിലൂടെ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം ഇസ്ലാമിന്റെ ജീവനാഡിയാണ്. വിജ്ഞാനമില്ലാത്ത ഇസ്ലാമിനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ മതമാകുന്ന ദീനുൽ ഇസ്ലാം, ആ പവിത്രമായ ആശയത്തെ, ആദർശത്തെ പ്രചരിപ്പിക്കാൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും നിയുക്തരാക്കപ്പെട്ടത് പവിത്രമായ ആശയത്തെ പ്രചരിപ്പിക്കാനാണ്. ഇവരുടെ പ്രവർത്തന പാതയിൽ, പ്രബോധന മണ്ഡലത്തിൽ ശ്രദ്ധിച്ചാൽ പലതും നമുക്ക് കാണാൻ കഴിയും. ഏത് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ ആ പ്രവാചകന്മാരുടെ ആശയത്തെയും അവരുടെ പ്രബോധനത്തെയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ പോലും ഒരു വിഭാഗം അതിനെ തള്ളിപ്പറയാനും പ്രബോധന മാർഗത്തിൽ നിന്നും കല്ലെറിഞ്ഞോടിക്കാനും, അങ്ങനെ അനവധി അമ്പിയാക്കൾ ക്രൂരമായ മൃഗീയമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം അവർ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന്റെ പാതയിൽ ഉറച്ചു നിന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ അംഗീകാരവും ആദരവും ലഭിച്ചിട്ടുണ്ട്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗീയ ലോകത്ത് സൃഷ്ടിച്ചു. മനുഷ്യനേക്കാൾ എന്തുകൊണ്ടും യാതൊരു കുറ്റവും ചെയ്യാതെ എല്ലാ സമയവും അല്ലാഹുവിന്റെ ഇബാദത്തിനായി അനുസരണയോടുകൂടെ ജീവിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായ ആ മലക്കുകൾ, അവർക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിർദ്ദേശം വെച്ചു, ഒരു ഓർഡർ ഇട്ടു. ആദമിനെ ഒന്ന് ആദരിക്കുക, അനുസ്മരിക്കുക. എങ്ങനെയായിരുന്നു ആ ആദരവ് പ്രകടിപ്പിക്കാൻ അല്ലാഹു നിർദ്ദേശിച്ചത്? മലക്കുകളോട് എല്ലാവരോടും സുജൂദ് ചെയ്യാൻ ഒരു ആദരവിന്റെ സുജൂദ് ആദമിന് അർപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നു. എല്ലാ മലക്കുകളും അത് നിർവഹിക്കുന്നു. ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വ കാന മിനൽ കാഫിരീൻ. എല്ലാ മലക്കുകളും അതനുസരിച്ചുകൊണ്ട് ആദരിച്ചപ്പോൾ കൂട്ടത്തിലുള്ള ഇബ്ലീസ് മാത്രം അതിന് ചെവിക്കൊണ്ടില്ല. അവൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് തന്നെ അവൻ എന്നേക്കുമായി ശപിക്കപ്പെട്ടവനായി, സത്യനിഷേധികളുടെ നേതാവായി, സത്യനിഷേധികൾക്കുള്ള ആപത്തിന്റെ
അത് ആദ്യത്തെ മനുഷ്യനായി എന്നതിന്റെ പേരിലല്ല, സ്വർഗീയ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്ന കാരണത്താലുമല്ല, മറിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ആദരിച്ചതും ആദരിക്കാൻ വേണ്ടിയിട്ട് മലക്കുകളോട് നിർദ്ദേശിച്ചതും ആ ആദരവിന്റെ അർപ്പണത്തിന്റെ സുജൂദ് അർപ്പിച്ചതും ആ മലക്കുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തു എന്നൊറ്റ കാരണത്താലാണ്. ആ ഒരു ദൗത്യമാണ് ലോകത്തുള്ള എല്ലാ ആലിമീങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ദീനിന്റെ ആ പ്രബോധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഏറ്റെടുത്ത ലക്ഷക്കണക്കാനാകുന്ന സഹാബത്ത്, അവർക്ക് ശേഷം താബികളും താബികളും ആ ഉത്തമമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അനുസ്യൂതം പ്രവർത്തിച്ചപ്പോൾ അവരിൽ നിന്നും പാഠങ്ങൾ കണ്ട പിൻഗാമികളായ ആലിമീങ്ങൾ ആ ഉത്തരവാദിത്വം ഇവിടെ നിറവേറ്റി പോരുന്നു. ആ നിറവേറ്റി പരിപൂർണമായ വിജയത്തിൽ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോകുന്ന ആലിമീങ്ങളെ ശിഷ്യഗണങ്ങളും ആ പാഠത്തിൽ നിന്നും നല്ല മാർഗം ഉൾക്കൊണ്ടതായ മോമിനുകളും ഓർക്കുകയും അവർക്ക് വേണ്ടി നല്ല സദസ്സുകളിൽ യാസീൻ ഓതിയിട്ട്, പത്തം തീർത്തിട്ട്, ഉറുദ ഓതിയിട്ട്, ദിക്ർ ചൊല്ലിയിട്ട്, സ്വലാത്ത് ചൊല്ലിയിട്ട് അതിന്റെ എല്ലാം ഫളിനെ, അതിന്റെ എല്ലാം സവാബിനെ ഹദിയ ചെയ്യുകയും ചെയ്യുന്നു. ഇത് അവർക്കുള്ള ആദരവാണ്. കാരണം എന്തുകൊണ്ട്? ഈ ലോകത്തിന് വിജ്ഞാനമില്ലായിരുന്നുവെങ്കിൽ അന്ധതയുടെ അഗാധ ഗർത്തത്തിൽ അന്ധതയിൽ പെട്ടുപോകുമായിരുന്നു, നാശത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോകുമായിരുന്നു. അങ്ങനെ നാശത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോകാതെ വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് പിടിച്ചുയർത്തിയത് ഇവിടെ കഴിഞ്ഞു പോയ പൂർവികരായ ആലിമീങ്ങളായിരുന്നു. ആ മാർഗം പിൻപറ്റിയ ഉലമാക്കളാണ് എന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളുടെ സത്യവിശ്വാസികളെയും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, വിജ്ഞാനം നൽകപ്പെട്ടവരെയും അല്ലാഹു പദവികൾ ഉയർത്തും. അവർ ചോദിച്ചു വാങ്ങിയ പദവിയല്ല. ഇവിടെ ഉലമാക്കൾ, പൂർവികരായ ഉലമാക്കൾ, ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾ ചോദിച്ചു വാങ്ങിയതല്ല ഈ പദവിയും ഈ അനുസ്മരണവും. മറിച്ച് അവരിൽ നിന്നും വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ പിറക്കിയെടുത്ത് അതുവഴി ഈ ലോകത്ത് വിജയിച്ചു, പരലോകത്തും വിജയം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിഷ്കളങ്കരായ സത്യവിശ്വാസികൾ പൂർണ്ണ മനസ്സോടെ അർപ്പിക്കുന്ന അർപ്പണമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ചില്ലേ? വിജ്ഞാനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ചില്ലേ? പണ്ഡിതന്മാരെ ആദരിക്കണം, മറ്റെല്ലാത്തിനേക്കാൾ പണ്ഡിതരെ തിരഞ്ഞെടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നില്ലേ? പദവിയേക്കാൾ, പണത്തിനേക്കാൾ, മറ്റെല്ലാ ക്ലാസുകളേക്കാൾ വിജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു. ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ട മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നോമന മകൾ, അവിടുത്തെ കരളിന്റെ കൃഷ്ണവർമ്മ നാവിനാൽ വിശേഷിപ്പിക്കപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ വിവാഹപ്രായമായപ്പോൾ നാട്ടിലുള്ള രാജാക്കന്മാരും രാജകുമാരന്മാരും
ഉസ്താദന്മാരെ അവർ പറഞ്ഞവരാണെങ്കിലും ഇപ്പോൾ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും അവരെ ആദരിക്കുന്നതും നമ്മൾ വേർപിരിഞ്ഞു പോയവരെ ഇങ്ങനെയുള്ള മഹത്തായ സദസ്സുകൾ ഒരുക്കിക്കൊണ്ട് ആദരിക്കുന്നതും അനുസ്മരിക്കുന്നതും. ഞാൻ നിർത്തുകയാണ്. മഹാനായ MD ഉസ്താദിനെ പറ്റി പറയുമ്പോൾ എനിക്കും യൂസുഫ് സഖാഫിക്കും അതുപോലെ ബഹുമാനപ്പെട്ട ഹസൈനാർ മദനിക്കൊക്കെ പലതും ഓർക്കാനുണ്ട്, പറയാനുണ്ട്. ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദും എന്റെ ഉസ്താദും ഞങ്ങളുടെ ഉസ്താദും ജ്യേഷ്ഠന്മാരിൽ ജ്യേഷ്ഠ സഹോദരനാണ് എന്റെ ഉസ്താദിന് മജീദ് ഉസ്താദ്. ഞങ്ങളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട മോളൂർ മുഹീദ്ദീൻ ദാരിമി ഞങ്ങളെ കൊണ്ടാണ് ആദ്യമായി ദർസ് നടക്കുന്നത്. ദർസ് തുടങ്ങിയത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ പയ്യനാടിനടുത്ത് വടക്കാക്കരയിൽ. ഈ സമയത്ത് ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് ചന്ദ്രൂര് മുദരിസാണ്. ദർസിൽ നിന്ന് ഞങ്ങളെല്ലാം നാട്ടിലേക്ക് പോരുമ്പോൾ എന്നോട് യൂസുഫ് സഖാഫിയോടൊക്കെ പറഞ്ഞു വിടും, ചന്ദ്രൂര് പോണം, കാക്കാനൊന്ന് കാണണം, അസ്സലാമു അലൈക്കും പറയണം, എന്തെങ്കിലും ഉപദേശങ്ങൾ കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കണം. ഞങ്ങൾ കാണാൻ പോകും. കാണുമ്പോൾ തന്നെ പറയും, ആ വരൂ, ബാപ്പുവിന്റെ ശിഷ്യന്മാരല്ലേ അല്ലേ? ബാപ്പുവിന്റെ ശിഷ്യന്മാരാണ് ഞങ്ങളുടെ ഉസ്താദിനെ വീട്ടുകാരെല്ലാം ബാപ്പുവിന്റെ ശിഷ്യന്മാരല്ലേ വാ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ അടുത്ത് പിടിച്ചിരുത്തി കട്ടൻ ചായ ബിസ്ക്കറ്റ് തന്ന് ഒരു ആദരവുകളോട് പോലും. അതാണ് യഥാർത്ഥത്തിൽ തന്റെ ശിഷ്യന്മാരെ സഞ്ചരിതമായ പാതയിൽ വാർത്തെടുക്കണം, നാളത്തേക്ക് ഉപകരിക്കുന്ന വലിയ പണ്ഡിതന്മാരെ വാർത്തെടുക്കണം എന്നുള്ള ആ ശിഷ്യന്മാരെ ഭാവിയിൽ പ്രതീക്ഷയുള്ള ഗുരുക്കന്മാരുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ ഉസ്താദന്മാരുടെ തണലിലായി അവരുടെ ശഫാഅത്തിലായി നമുക്കെല്ലാം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആപ്തവാക്യത്തിൽ മഹത്തായി സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചിട്ടുണ്ട്. വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅല്ലദീന തബിഅഹും യൂസുഫ് സഖാഫി ഉസ്താദ്, കബീർ ഹദി ഹസൈനാർ മദനി റഹ്മാൻ ഉസ്താദ്, ഇസ്മായിൽ ഉസ്താദ്, ജഅഫർ മദനി, മറ്റ് കടലിൽ സഹോദരങ്ങളെ, നമ്മുടെ പ്രസിഡന്റ് അടക്കം നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുബാറക്കായ മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ കബൂലാക്കി തരുമാറാവട്ടെ. ഹയാത്തുൽ ഇസ്ലാമിന്റെ മജ്ലിസുകൾ ചില സന്ദർഭങ്ങളോട് ഒത്തുവരാറുണ്ട് എന്ന് നാം പലപ്പോഴും പറയുന്നത്. അധികവും അങ്ങനെ ഒത്തുവരാറാണ്. കഴിഞ്ഞ മാസം മഹാനായ കന്യാകുലത്തിന്റെ ആണ്ട് ദിനത്തിലാണ് നമ്മുടെ മജ്ലിസ് യോജിച്ചു വന്നത്. എന്നാൽ ഇന്ന് ഹയാത്തുൽ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തിന്റെ പ്രഭവ കേന്ദ്രമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപക പ്രസിഡന്റ് മഹാനായ സയ്യിദുനാ വലക്കൽ മുല്ലക്കോയ തങ്ങൾ റളിയല്ലാഹു അൻഹു മഹാനരുടെ ആണ്ട് ദിനത്തോടാണ് ഇന്നത്തെ നമ്മുടെ മജ്ലിസ് യോജിച്ചു വന്നിട്ടുള്ളത്. മഹാനായ വലക്കൽ തങ്ങളുടെ ആണ്ട് ദിനമാണ്. അല്ലാഹുവിന്റെ മദദ്
എന്ന വിജ്ഞാന പ്രസരണത്തിന് തുല്യതയില്ലാത്ത സംഭാവനകൾ അർപ്പിച്ച ഒരു മഹാവ്യക്തിത്വത്തെ നാം ഇന്ന് അനുസ്മരിക്കുകയാണ്. അഭിമാനത്തോടെ, വ്യക്തിത്വത്തോടെ തൻ്റെ പരാധീനങ്ങളും പരിഭവങ്ങളും മറ്റൊരാളോടും പങ്കുവെക്കാതെ എല്ലാവരുടെയും മുന്നിൽ വസ്ത്രധാരണ കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരു സമ്പന്ന മുഖം നൽകി ജീവിച്ച ഒരു മഹാവ്യക്തിത്വമാണ് മഹാനായ ശൈഖുനായ അബ്ദുൽ മജീദ് അൽ-ഫൈസി. പലരും മഹല്ലുകളിൽ സേവനം ചെയ്യുമ്പോൾ അവരുടെ സ്വകാര്യ ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ വിഭവങ്ങൾ പരമാവധി സമാഹരിക്കാറുണ്ട്. അതൊരു അപരാധമായോ കുറ്റമായോ പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. കാരണം ഓരോ പണ്ഡിതന്മാരുടെയും മൈസത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് അവരുടെ ദീനീ ധർമ്മം. എന്നാൽ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം, മഹാനായ ശൈഖുനയെ സംബന്ധിച്ചിടത്തോളം വലിയ മനസ്താവുകൾ എല്ലാത്തിനും പാകപ്പെട്ട് പരുവത്തിൽ തന്റെ മുന്നിൽ കിട്ടിയിരുന്നു. തന്റെ പരിവേദനകൾ പറയാൻ തയ്യാറാക്കി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വഫാത്താകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം, മൾട്ടി ഹോസ്പിറ്റലിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം. ആ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബ്, ഉസ്താദിനോട് വലിയ സ്നേഹമുള്ള വ്യക്തിത്വമാണ്. ഉസ്താദിനെ വിളിച്ചുകൊണ്ടുപോയി. ഉസ്താദ് മാത്രമേ ഉള്ളൂ, ഉസ്താദും യൂസുഫ് അലി സാഹിബ്. ഉസ്താദിനോട് യാസീൻ അത് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഉസ്താദ് യാസീൻ അത് ദുആ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഉസ്താദിനോട്, ഉസ്താദും അദ്ദേഹവും മാത്രമേ ഉള്ളൂ, പറഞ്ഞു എന്താണ് ഉസ്താദിന് ആവശ്യം, എന്താവശ്യമുണ്ടെങ്കിലും പറയുന്നത് ഞാൻ സാധിച്ചില്ല. ഉസ്താദ് ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരി മാത്രമാണ് പ്രതികരണമായി കൊടുത്തത്. വഫാത്താകുന്നത് വരെ ആ ആവശ്യം യൂസുഫ് അലിയോട് പറയാൻ സന്നദ്ധമായില്ല എന്ന് മാത്രമല്ല, അന്ന് സൗകര്യമില്ലാത്ത വളരെ 4 പതിറ്റാണ്ട് ദക്ഷിണ കേരളത്തിലെ വലിയ സമ്പന്നന്മാർ താമസിക്കുന്ന ചന്ദിരൂരിൽ നീർക്കുന്ന മസ്ജിദുൽ ഇജാബ അടക്കം വലിയ വലിയ മഹല്ലുകളിൽ നിന്നിട്ട് താൻ സേവനം ചെയ്യുന്ന മഹലിൽ നിന്ന് ഒരു പണക്കാരനോട് പറഞ്ഞ് ഒരു ഭവനം സ്വന്തമാക്കാൻ ഉസ്താദിന് തയ്യാറായിട്ടില്ല. ഇതറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ശിഷ്യഗണ കൂട്ടായ്മയിലെ സീനിയർ ഉസ്താദുമാരായ തലയോലപ്പുറത്ത് സുബൈർ സത്താഫി, അഹമ്മദ് സത്താഫിയെ പോലുള്ള 2-3 പേര്, സുബൈർ സത്താഫിക്ക് ഗൾഫ് നാടുകളിലെ യൂസുഫ് അലിയിലെ മാനേജർമാരുമായി അടുത്ത ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ പേരിൽ ഗൾഫ് നാട്ടിലെ പല ഹൈപ്പർ മാർക്കറ്റുകളുടെയും ആത്മീയ ഉദ്ഘാടനം, യാസീനോട് ദ്വാരക്കാനുള്ള ഉദ്ഘാടനം നിർവഹിച്ചത് സുബൈർ സത്താഫിയാണ്. അതുകൊണ്ട് ആ മാനേജ്മെന്റുമായിട്ടുള്ള ഈ ബന്ധം ഉപയോഗപ്പെടുത്തി യൂസുഫ് അലിയെ ഒന്ന് മീറ്റ് ചെയ്യാൻ ഒരു ഡേറ്റ് സമ്പാദിക്കുകയും അങ്ങനെ യൂസുഫ് അലി സാഹിബ് ഇടപ്പള്ളിയിലുള്ള സമയത്ത് അവര് 2-3 ആളുകൾ ഇടപ്പള്ളിയിൽ വന്നു. ആദ്യം ഉസ്താദിന് കണ്ടിട്ട് പോകാം എന്ന് കരുതി ഉസ്താദിന്റെ റൂമിൽ വന്നു കാര്യം ധരിപ്പിച്ചപ്പോൾ, എന്റെ കാര്യം പറയാൻ നിങ്ങളായ വ്യാപനത്തിന് പോകണ്ട, നിങ്ങൾക്കൊല്ലം വേണമെങ്കിൽ പോയി വാങ്ങിച്ചോ, തയ്യാറായില്ല.
ഇത്രമാത്രം അഭിമാനം കാത്തു സൂക്ഷിച്ചു. തനിക്ക് വേണ്ടി മറ്റൊരാളെ കൊണ്ട് പറയുകയോ തനിക്ക് വേണ്ടി താൻ പറയുകയോ ചെയ്യാതെ എല്ലാവരുടെയും ഒരു വസ്ത്രധാരണത്തിലും ജീവിതശൈലിയിലും ഒരു സമ്പന്നനെ പോലെ ജീവിച്ച എന്നാൽ ഒരു ഭൗതികരായ മനുഷ്യനാണ് മഹാനായ ശൈഖുനാ സേവനം ചെയ്ത മഹലുകളിൽ അന്വേഷിച്ചാൽ ഒരു പണക്കാരനെയും ക്യാൻവാസ് ചെയ്യുന്ന സ്വഭാവം ഉസ്താദിരിക്കുന്നു. പണക്കാരൻ ഭൂമിയിൽ വന്നാലും പാവപ്പെട്ടവൻ വന്നാലും വെള്ളം ചോദിച്ചാൽ ആ പ്ലാസ്റ്റിക് എത്ര വലിയ പൈസ. ചന്ദ്രൂരൊക്കെ സേവനം ചെയ്യുമ്പോൾ സേവനം ചെയ്ത വ്യവസ്ഥാന്മാരും ചില മുതലാളിമാരുടെ ബിസിനസ് വരെ ഷെയർ കൂടാൻ അവരുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി തയ്യാറായിട്ടുണ്ട്. പല ഉസ്താദന്മാരും ചില അഗ്നിയാക്കളുടെ ഭവനങ്ങളിൽ അങ്ങോട്ട് പോയി വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഭക്ഷണം കഴിച്ചു. ആ ശൈലിയിൽ ഉസ്താദിനെ ഒരു ഗുണക്കാരൻ വിളിച്ചപ്പോൾ ഞാൻ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഭക്ഷണം ഇങ്ങോട്ട് വരുത്തിയാണ് കഴിക്കാറ്. അതിന് വിരുദ്ധമായി നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ അങ്ങോട്ട് വന്ന് കഴിച്ചാൽ അത് നീതിയല്ല. അതുകൊണ്ട് തൽക്കാലം കുട്ടികളൊക്കെ ഭക്ഷണം എടുക്കുമ്പോൾ കഴിവുകളുടെ ഇങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് സ്നേഹബുദ്ധിയ അത് നിരസിക്കുകയാണ്. അങ്ങനെ തൻ്റെ ആത്മീയമായ മുഖമോ പ്രതാപമോ തൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതെ സേവനം ചെയ്തു 4 പതിറ്റാണ്ട് കാലം സേവനം ചെയ്ത മഹല്ലുകളിലൊക്കെ നിരവധി അഴിമീങ്ങൾ. ചന്ദ്രൂരായാലും അവിടെയുള്ള അഴിമീങ്ങളൊക്കെ വന്നെങ്കിൽ ഉസ്താദിന്റെ ശിഷ്യന്മാരല്ലെങ്കിൽ ഉസ്താദിന്റെ ശിഷ്യന്റെ ശിഷ്യന്മാർ. അതുപോലെ തീർത്തുമഞ്ചത്ത് എന്നാലും ഉസ്താദിന്റെ ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആണ് തീർക്കുന്നതുമുള്ളത്. ഇങ്ങനെ സേവനം ചെയ്യുന്ന മഹല്ലുകളിൽ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ പ്രതിപാദനരായ പണ്ഡിതന്മാരെ സമ്മാനിച്ചും സംഭാവന ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ സേവനം ചെയ്തിട്ടുണ്ട്. ആദർശത്തിൽ വ്യക്തമായ നിലപാട്, ഫത്വ പുറപ്പെടുവിക്കുന്നതിൽ ആളുടെ കനം നോക്കാത്ത നിലപാടുകൾ. ആ നിലപാടുകൾ ആദർശത്തിൽ ഉസ്താദിന് വ്യക്തമായ നിലപാടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 2011 ദർസിന്റെ മസ്ലഹത്തിന് വേണ്ടി 2 ചേരിയിലും നിൽക്കാൻ ഉസ്താദ് തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഉസ്താദിന് വ്യക്തമായ നിലപാടുകൾ എല്ലാ വിഷയത്തിലും ഉണ്ട്. 2 വിഭാഗത്തിലെയും അഴിമീങ്ങളെ വല്ലാത്ത മഹക്കത്ത് വെക്കുകയും എന്നാൽ നിലപാട് പറയുമ്പോൾ യാഥാർത്ഥ്യം എവിടെയാണോ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന തെളിഞ്ഞ ഒരു നിലപാടുകളുടെ ആദർശത്തിന്റെ ഭർത്താവായിരുന്നു ശൈഖുന എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചുരുക്കുകയാണ്. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഇടപെടൽ ജമാഅത്ത് കമ്മിറ്റി ഭരണവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് കാണുമ്പോൾ അതിൻ്റെ വീടിൻ്റെ അസൗകര്യങ്ങൾ കണ്ട് അവർ മുൻകൈയെടുത്താണ്. വഫാത്തിന് ശേഷമാണ് ഉസ്താദ് ഭവനം ഒരുക്കി കൊടുക്കുന്നത്, നിർമ്മിച്ചു കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർദത്തിയായി ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുക. അവരുടെ മദത് കൊണ്ടും ഹിമായത്ത് കൊണ്ടും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ്. ഹയാത്തുൽ ഇസ്ലാമിൻ്റെ ബിൽഡിംഗ് മെയിൻ ബിൽഡിംഗിൽ ചില സ്ഥാപനം നടത്താൻ വരുമ്പോൾ ഉസ്താദ് അത് പറഞ്ഞൊരു വാക്ക്, നല്ല ഗ്രാമീണ അന്തരീക്ഷം ദർശനം പറ്റിയ സ്ഥലമാണ്. ഈ നല്ലൊരു ബിൽഡിംഗ് കൂടെ കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്നില്ല. പക്ഷേ ബിൽഡിംഗ് കിട്ടിയപ്പോൾ ഉസ്താദ് എന്നാലും ഞാൻ ഇവിടെ വന്ന് കൂടാം എന്ന് പറഞ്ഞത് ഒരു മഹാനായ പണ്ഡിതന്റെ, ഒരു ആലിമിന്റെ, ഒരു സ്വാലിഹായ വ്യക്തിത്വത്തിന്റെ ഭൗതിക ലോകത്തു നിന്നുള്ള വേർപാട് ശാശ്വതമായ വേർപാടല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളായി നൽകുന്നത്. ഇന്തിഖാലു ശഖ്സി മിനൽ ഹയാത്തിൽ ഫാനിയ ഇലൽ ഹയാത്തിൽ അബദിയ
പഞ്ചേന്ദ്രിയങ്ങൾക്ക് പവർ കുറഞ്ഞ ലോകമാണ് ഭൗതിക ലോകം. ഒരാൾ ഒപ്പാക്കാകുന്നതോടുകൂടെ അയാളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പവർ വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ആത്മാവിന് കബറിന്റെ ചോട്ടിൽ ചെന്ന് അസ്സലാമു അലൈക യാ അബീ എന്ന് പറയുന്ന മോന്റെ സലാമടക്കാൻ സാധാരണ ഒരു മോമിനിന്റെ ആത്മാവിന് കഴിയുന്നത്. സാധാരണ ഒരു വ്യക്തിക്ക്, ഒരു മോമിനായ വ്യക്തിക്ക് പോലും കബറിന്റെ മേൽപ്പരപ്പിൽ നിന്ന് അസ്സലാമു അലൈക യാ അബീ എന്ന് പറയുന്ന മകന്റെ സലാം കേൾക്കാനുള്ള പവർ അയാളുടെ ആത്മാവിന് കൊടുക്കുമെങ്കിൽ അത് വിശുദ്ധാത്മാവാകുമ്പോഴും പരിശുദ്ധാത്മാവാകുമ്പോഴും വല്ലതികത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാതിരം ചെയ്യും ഞാൻ എന്നവർ എന്ന് ചേർന്ന് ജീലാനി തങ്ങൾ പറഞ്ഞതുപോലെ വല്ലതികത്തിനും എന്നെ വിളിപ്പിക്കുന്നവർക്ക് കേൾക്കാനുള്ള പവർ പരിശുദ്ധാത്മാവിൽ അല്ലാഹു ജഡമല്ല കേൾക്കുന്നത്. നാം അങ്ങനെയാണ് പറഞ്ഞത്. മഹാത്മാവ് പരിശുദ്ധാത്മാവ് എന്നാ പറയുന്നത്. പരിശുദ്ധ ജഡം എന്നല്ല. ജഡം പരിശുദ്ധമായാലും ആത്മാവാണ് കേൾക്കുന്നത്. ആ ആത്മാവിന് വിദൂരതയിൽ നിന്ന് വിളിച്ചാൽ ഒരാളുടെ വിളി കേൾക്കാനുള്ള വിധാനത്തിലേക്ക് ഉയരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. എന്നാൽ ഒരു സാധാരണ ആത്മാവ് അയാളുടെ കബറിന്റെ ചോട്ടിൽ നിന്ന് വിളിക്കുന്ന മോന്റെ വിളി കേൾക്കാനുള്ള വിധാനത്തിലേക്ക് ഉയരും എന്നല്ലേ കബറിന്റെ ചോട്ടിൽ നിന്ന് അസ്സലാമു അലൈക യാ അബീ എന്ന് പറയുന്ന മകന്റെ സലാം മടക്കണം എന്ന പ്രതീക്ഷയിലും മടക്കുമെന്ന വിശ്വാസത്തിലുമാണ് ഖബർ സിയാറത്ത് ചെയ്യുന്ന എല്ലാ വഹാബിയും എല്ലാ വിദഅത്തുകാരനും ഈ അടുത്ത് എ.കെ. ഉസ്താദിന്റെ ഖബർ അവിടുന്ന് വഫാത്തായി കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മക്കാമിലേക്ക് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കളിൽപ്പെട്ടവർ വഹാബി ആശയമുള്ള ആളെ ചെറു പേരക്കുട്ടിയുമായി ഖബറിന്റെ ചോട്ടിൽ വന്നു. എന്നിട്ട് അവിടെ നിന്ന് ദുആയിരുന്നിട്ട് ആ എ.കെ. ഉസ്താദിന്റെ പേരക്കുട്ടിയോട് ആ മകൻ പറഞ്ഞു, മോനെ ഉപ്പാക്ക് സലാം പറ, മോനെ ഉപ്പാക്ക് സലാം പറയും. ആരാ പറയണത്? ഉപ്പാക്ക് സലാം പറയുമെന്ന് പറഞ്ഞിട്ട് പേരക്കുട്ടിയെ കൊണ്ട് ഈ വഹാബി ആശയമുള്ള മോൻ എന്റെ ഉസ്താദിന് സലാം പറയിപ്പിക്കുകയാണ്. എന്തിനാണ് ഉപ്പാക്ക് സലാം പറയുന്നത്? ഉപ്പാ സലാം മടക്കാനാണ്. സാധാരണ ഒരു മോമിനിന്റെ ആത്മാവ് പോലും ഖബറിന്റെ ചോട്ടിൽ ചെന്ന് സലാം പറയുന്ന വിശ്വാസിയുടെ കുടുംബത്തിന്റെ സലാം മടക്കുമെന്ന വിശ്വാസത്തിലാണ് സലാം പറയുന്നത്. സലാം എന്ന് പറഞ്ഞാൽ രക്ഷ കൊണ്ട് പ്രത്യാഭിവാദനം അറിയിക്കുക. മടക്കുക എന്ന് പറഞ്ഞാൽ രക്ഷ കൊണ്ടുള്ള പ്രാർത്ഥന തിരിച്ചാൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ച ആളിൽ നിന്ന് അഭൗതികമായ സഹായം പ്രതീക്ഷിക്കുന്നു സകല വക്താഭികളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദമാസ്കസിലെ വെള്ള മിനാരത്തിന്റെ ചോട്ടിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകിലേറി വന്നിറങ്ങും. ദമാസ്കസിലെ വെള്ള മിനാരം എവിടെയാണ്? അന്ന് ഇല്ല, റസൂലുള്ളാഹി പറയുമ്പോൾ ഇല്ല. എന്നാൽ ഇന്നുണ്ട്. ദമാസ്കസിലെ വെള്ള മിനാരം ഇന്നുണ്ട്. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് ക്ലാസ് എടുക്കുമ്പോൾ ദമാസ്കസിലെ ആ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പള്ളി പോലുമില്ല. എന്നാൽ ഇന്ന് ആ പള്ളിയുണ്ട്. ദമാസ്കസിലെ വെള്ള മിനാരം മഹാനായ രണ്ടാം കുരിശുയുദ്ധത്തിലൂടെ ബൈത്തുൽ മഖ്ദിസിനെ മോചിപ്പിച്ച സയ്യിദുനാ സലാഹുദ്ദീൻ അയ്യൂബി ഉണ്ടോ പ്രിയേ ഒരു കുലമുന്തിരി തിന്നിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് സഖീ എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടി പറയുന്ന ആയ സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പുതിയ ഖബറുള്ളത് ദമാസ്കസിലെ ആ വെള്ള മിനാരത്തിന്റെ ചോട്ടിലാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ
സുബ്ഹാനല്ലാഹ്, മഖ്ബറ പൊളിക്കാനില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചിറകിലിറങ്ങി, ആ ഡമാസ്കസിലെ വെള്ളമിനാരത്തിന്റെ ചോട്ടിലിറങ്ങി, ബൈത്തുൽ മഖ്ദസിൽ വന്ന് മഹാനായ അന്നത്തെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സയ്യിദായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ഇമാമത്ത് സ്വീകരിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. എന്നിട്ട് നേരെ മദീനയിലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ ഹബീബായ മുത്തനബി പറയുന്നു, അങ്ങനെ റൂഹുല്ലാഹി ഈസാ എന്റെ മുന്നിൽ വരികയും എന്റെ റൗളയുടെ മുന്നിൽ വന്ന് നിന്ന് അസ്സലാമു അലൈക യാ മുഹമ്മദ്, അസ്സലാമു അലൈക്കും അല്ല, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ആ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ഹബീബായ റസൂലുള്ളാഹി ഇമാം മുസ്ലിം അടക്കം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ വിശ്വാസം തന്നെ അതാണ്. യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഇന്നലെ 1055-ാം എപ്പിസോഡായി നമ്മുടെ സുദുവയുടെ ഭാഗമായി ഇറങ്ങിയ ഹദീസ് മഹാനായ അലവി മാലിക് അൽ മക്കി റളിയല്ലാഹു അൻഹു തന്റെ മാദാ ഫീ ശഅബാൻ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്താണ് ഹദീസിലുള്ളത്? ഒരു മനുഷ്യൻ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, ആവലാതി പറഞ്ഞു, എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി പോയി, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, നീ ഖൽവത്തിൽ പോകണം, ആളൊഴിഞ്ഞ സ്ഥലത്ത് പോകണം, എന്നിട്ട് ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. എന്നിട്ട് നീ ചോദിക്കണം, അല്ലാഹുവേ, ഞാൻ ഈ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം. ഹദീസിന്റെ ലഫ്ള് ഞാൻ പറയുന്നില്ല, സമയം ദൈർഘ്യമാകുന്നു എന്ന് കരുതിയിട്ട് എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി എനിക്ക് നീ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും പറയണം, യാ മുഹമ്മദ്. റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചല്ല ഈ പറയണം. വിജനമായ സ്ഥലത്ത് പോയിട്ട് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം നിർവഹിച്ചിട്ട് നബിയെ വിളിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒഴിഞ്ഞ സ്ഥലത്തേക്ക്, വിജനമായ ഒരു പ്രദേശത്തേക്ക് നീ പോകണം. ഒമയ്യുനാദിസനി അൽഫം ബി ഖൽബതിഹി അസ്ബം ബി ഹിമ്മതിഹി സർവൽ യഅഫതിഹി ആജബതുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫല്യദഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി എന്ന് ഹുസ്നഅദ് പറഞ്ഞു പഠിപ്പിച്ച അതേ ആദർശം 14 മുമ്പ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ സഹാബിയായ അനുയായിയെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, എന്നിട്ട് എന്താണ് ഈ ചോദിക്കേണ്ടത്? യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി അസ്തശ്ഫിഉ ബിക ഇലാ റബ്ബി. ഓ മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ അങ്ങയെ കൊണ്ട് ശഫാഅത്ത് തേടുന്നു, ശുപാർശ തേടുന്നു. ഇലാ റബ്ബി. റസൂലുള്ളാഹ് കേൾക്കാത്ത, റസൂലുള്ളാഹ് കാണാത്ത വിജനമായ സ്ഥലത്ത് പോയി 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് നീ എന്നെ വിളിച്ച് ഇസ്തിഹാസ നടത്തണമെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ അവിടുത്തെ സ്വഹാബിയെ പഠിപ്പിച്ചു എന്ന് മാദാ ഫീ ശഅബാൻ എന്ന കിതാബിൽ മഹാനായ മുഹമ്മദ് ബിൻ അലവി അൽ മാലികി മക്കി മക്കയിലെ ഹറമിലെ മുദല്ലിസായി സേവനം ചെയ്ത മഹാനവകൾ മർക്കസ് സഖാഫത്തി സുന്നിയാക്ക് അവിടുത്തെ തിരുകരം കൊണ്ടാണ് ശിലമാകിയത്. ആ മുഹമ്മദ് അലവി മാലികി റളിയല്ലാഹു അൻഹു തന്റെ മാദാ ഫീ ശഅബാൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ഈമാൻ എന്താണ്? ബർസഹിയായ ജീവിതത്തിൽ പവർ കൂടിയ സാന്നിധ്യം മഹാന്മാരുടേത്, മശായിഖുമാരുടേതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു ബിൽഡിംഗ് കണ്ട് ഞാൻ ഇവിടെ വന്ന് കൂടാടോ എന്ന് മഹാനായ ശൈഖുനാ MD അബ്ദുൽ മജീദ് അൽ ഫൈലി പറഞ്ഞെടുത്തെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഞാൻ ഇവിടെ വന്ന് കൂടാ, നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്, എന്നിട്ട് ദർശനം ഇവിടെ ഞാൻ ഇവിടെ വന്ന് കൂടാ. അങ്ങനെ പലരും സർട്ടിഫൈ ചെയ്ത, പലരും കൂടിയ, ഇന്നും കൂടുന്ന ആത്മീയമായ മഹാത്മാക്കളുടെ
സുന്നത്ത് ജമാഅത്തിന്റെ ആശയധാരയെ ശക്തിപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സംഘത്തിന്റെ കൂട്ടായ്മയാണ് ഈ പരിശുദ്ധമായ സ്ഥാപനം. അർഹമുറാഹിമായ റബ്ബ് ഖിയാമത്ത് നാൾ വരെ അത് നിലനിർത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മഹാനായ ശൈഖുനായുടെ ആത്മീയമായ സാന്നിധ്യം നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ട്, ഉണ്ടാകണം, ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. കാരണം എല്ലാ വർഷവും ഈ നാട്ടിലെ 24 ഷഹീദ് കുടുംബങ്ങൾക്ക് മഹാനായ ഉസ്താദിന്റെ പേരിൽ നാം ഇവിടെ ഇക്റാം അഹ്ലി ബൈത്ത് റസൂലുള്ളാഹ് സംഘടിപ്പിക്കുകയാണ്. വഫാത്തിന് 3 മാസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് തുടങ്ങി തന്ന സംരംഭം അവിടുത്തെ പേരിൽ വഫാത്തിന് ശേഷം നാം മുടങ്ങാതെ നടത്തി വരികയാണ്. അതുപോലെ തന്നെ ഏത് മശായിഖന്മാരെയും നാം ഇവിടെ അനുസ്മരിച്ചു പോവുകയാണ്. പല മശായിഖന്മാരുടെ ആണ്ട് നാം ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സംഘാടനത്തിന്റെ സൗകര്യത്തിന് ബുധനാഴ്ചയാണെങ്കിലും ആ ആണ്ടും ആത്മീയ സദസ്സിന്റെ ഡേറ്റും ഒരുമിച്ച് ഒത്തുവരികയാണ്. പഴുതയിൽ മൺമറഞ്ഞു പോയ സ്മരണകൾ പോലും മണ്ണിട്ട് മൂടപ്പെട്ടു പോയ അവരുടെ പാണ്ഡിത്യത്തിന്റെ ഗരിമയിൽ പകച്ചു നിന്നുപോയ ആ പാണ്ഡിത്യത്തിന്റെ ശ്രേണിയിൽ ഉന്നതമായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാപണ്ഡിത മഹത്തുക്കളെ സ്മരിക്കപ്പെടാൻ ആളില്ലാതിരുന്നെടുത്ത് അവരെ ഇങ്ങനെ മാസം മാസം പറയുകയാണ്. പടുതല സാദാത്തുക്കളെ പറയുകയാണ്. മഹാനായ മുഹമ്മദ് മൗലൽ ബുഖാരി തങ്ങളെ പറയുകയാണ്. അവിടെയുടെയെല്ലാം ആണ്ടുകൾ അനുസ്മരണകൾ സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മഹത്തുക്കളുടെ ആത്മീയമായ തർബിയത്തും മദറും ഹിമായത്തും ഈ സ്ഥാപനത്തിനും ഇതിന്റെ സഹകാരികൾക്കും ഉണ്ടാകും എന്ന വിഷയത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല. അർഹമുറാഹിമായ റബ്ബ് അത് എന്നെന്നും എക്കാലത്തും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഒരുപാട് വളരാനും പടർന്ന് പന്തലിക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിസ്കരിച്ചതിന് ശേഷം നമുക്ക് യാത്ര ചെല്ലണം, ദുആ ചെയ്യണം.
ഉഖറവിയായ പണ്ഡിതന്, ഉഖറവിയായ ആലിമിന് തിരിച്ചറിയാനുള്ള അടയാളങ്ങളായി എണ്ണിയ അടയാളത്തിൽ ഒന്നാമതായി ചില കിതാബുകളിലും എല്ലാ കിതാബുകളിലും കണ്ടുകയും ചില കിതാബുകളിലെ ഒന്നാമതായി തന്നെ എണ്ണിയ ഒരു അടയാളമാണ് ആലിമിന്റെ അടയാളം ദുനിയാവിനോട് ആഗ്രഹമില്ലാതിരിക്കുക എന്നത്. ഈ ഒരു സ്വഭാവം ഇന്ന് നാം പരിശോധിക്കുകയാണെങ്കിൽ ഒന്നിനായ പഞ്ഞ ഉസ്താദ് ഒരു അത്ഭുതമായി നമ്മുടെ മുന്നിൽ കാണാൻ കഴിയും. ഉസ്താദ് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ചന്ദ്രൂരിൽ വന്ന് ജോലി നോക്കുകയും അന്ന് വരുമ്പോൾ ശരിക്ക് ഒരു പയ്യനാണ്. നാട്ടുകാർക്കൊക്കെ ഒരു ഖതീബ് എന്ന നിലയിൽ കണ്ണിൽ പിടിക്കാത്ത അത്രയും ചെറുപ്രായത്തിൽ ചന്ദ്രൂരിൽ വരികയും എന്നാൽ ഉസ്താദിന്റെ ആ പ്രായത്തിനെ കവച്ചു വെക്കുന്ന പക്വതയും അറിവും ഖുർആൻ പാരായണത്തിലും മറ്റുമുള്ള സ്ഫുടതയുമാണ് ചന്ദ്രൂരിലെ ജനങ്ങളെ ആകർഷിച്ചത്. ചന്ദ്രൂരിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളല്ല. ചന്ദ്രൂരിൽ സ്വാത്വികരായ ഒരുപാട് മഹത്തുക്കൾ ജീവിച്ചിരുന്നു, കാരണവന്മാർ. ആ കാരണവന്മാരായ ആളുകൾക്ക് മഹാനായ അബ്ദുൽ കരീം ഉസ്താദിന്റെ വഫാത്തിന് ശേഷം 40 വർഷം നിശബ്ദമായ ദഅവത്ത് കൊണ്ട് ഒരു മഹല്ലിനെയും ആ മഹല്ല് നിവാസികളെയും ആത്മീയ ചരണിൽ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കി ആത്മീയ ഔന്നത്യത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിയ മഹാനായ അബ്ദുൽ കരീം ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഇങ്ങനെ ഒരു പക്വതയുള്ള ഒരു ചെറുപ്പക്കാരനെ അല്ലാഹു തന്നതാണ്, അവന്റെ അനുഗ്രഹമാണ് എന്ന് തന്നെ മനസ്സിലാക്കിയാണ് ആ ചെറുപ്രായത്തിൽ കണ്ണിൽ കാണാൻ പോലും ഇല്ലാത്ത, എന്ന് പറഞ്ഞാൽ ഒരു മഹലിന്റെ ഖതീബെന്ന് പോലും പറയാനുള്ള വലിപ്പമില്ലാത്ത ആ ചെറുപ്രായത്തിൽ തന്നെ ചന്ദ്രൂരിൽ നിയമിച്ചത്. ആ നിയമനം അത് അല്ലാഹുവിന്റെ നിയോഗം തന്നെയായിരുന്നു. ഇന്നും നമുക്കറിയാം ആദർശ പ്രസ്ഥാന രംഗത്ത് ചന്ദ്രൂരിലും വഴുതലയിലും തിളങ്ങി നിൽക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഉസ്താദിന്റെ സംഭാവനയാണ്. ഉസ്താദിന്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞ സ്വഭാവം തന്നെയാണ്. ഉസ്താദ് ആലപ്പുഴ ജില്ലയിലായാലും കൊല്ലം ജില്ലയിലായാലും എറണാകുളം ജില്ലയിലായാലും തൻ്റെ ജീവിതത്തിന്റെ സിംഹഭാഗം ജോലി ചെയ്തത് അതിസമ്പന്ന മഹല്ലുകളിലാണ്. ചന്ദ്രൂർ മഹല്ല് ഇന്നത്തതിനേക്കാൾ സാമ്പത്തിക പളപളപ്പിൽ വിരാജിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പണ്ഡിതായ ഉസ്താദ് ചന്ദ്രൂരിൽ ജോലി ചെയ്യുന്നത്. ജമീയത്തിന്റെ എന്താ പറയാ, എല്ലാവർക്കും എല്ലാ കുടുംബങ്ങളിലും സുഭിക്ഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ചന്ദ്രൂരിൽ 10 വർഷത്തോളം ജോലി ചെയ്യുന്നു. അതിനുശേഷം അതേപോലെ സാമ്പത്തിക ഔന്നത്യമുള്ള നീർക്കുന്നം ഇജാബ മഹലിൽ ജോലി ചെയ്യുന്നു. പുന്നപ്രയിൽ ജോലി ചെയ്യുന്നു. പുന്നപ്രയും സാമ്പത്തികമായി ചെമ്മീൻ ബിസിനസ്സുകാരുടെ കേന്ദ്രമാണ്, അല്ലെങ്കിൽ മീൻ കച്ചവടക്കാരുടെ കേന്ദ്രമാണ്. അതിനുശേഷം അവസാനമായി ഇടപ്പള്ളിയിൽ ജോലി ചെയ്യുന്നു. ഇടപ്പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല, നമുക്ക് കാണാത്ത എണ്ണിയാൽ തീരാത്ത അത്രയും അതിസമ്പന്നന്മാരുടെ സങ്കേതമാണ് ഇടപ്പള്ളി മഹൽ ജമാഅത്ത് എന്ന് പറയുന്നത്. ഈ ഒരു മഹലിലും ഏതെങ്കിലും ഒരു മുതലാളിയെ, അത് പള്ളിയിൽ വരുന്നവരാവട്ടെ, തന്റെ മുന്നിൽ വരുന്നവരാവട്ടെ, നിരന്തര സമ്പർക്കമുള്ളവരാവട്ടെ, അല്ലാത്തവരാവട്ടെ, ഒരാളെയും സ്വാധീനിക്കാൻ, ഒരാളുടെ ശ്രദ്ധയും തന്നിലേക്ക് തിരിച്ചുവിടാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇൽമു പഠിച്ചാൽ ലിതുസ്രിഫു ബിഹി വുജൂഹൻ നാസി ഇലൈക്കും, ജനങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഒരാൾ ഇൽമിനെ ഉപയോഗപ്പെടുത്തിയാൽ വഹുവ ഫിന്നാർ, അവൻ നരകത്തിലേക്കാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട്
ഒരു സാമ്പത്തികമായ ദുന്യവിയായ നേട്ടത്തിന് ഒന്നിനായ ഉസ്താദ് സമീപിക്കുകയോ സ്വാധീനിക്കുകയോ അടുപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മഹല്ലിലെ മുഴുവൻ ആളുകളെയും, എന്റെയൊക്കെ ചെറുപ്പത്തിലാണ് ഉസ്താദ് ഇതിൽ പിരിഞ്ഞു പോകുന്നത്. പിരിഞ്ഞു പോകുന്നത് വരെയും ഉസ്താദുമായ ഒരു ബന്ധവും എനിക്കില്ല. കാരണം ഞാൻ വേറെ എവിടെയോ ദർശനം ഓതുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഉസ്താദ് റമദാനിക്ക് മുമ്പ് ഉസ്താദിനെ പിരിച്ചുകൊണ്ടു. ഉസ്താദ് ഇജാബയിലേക്ക് പോയി. ഉസ്താദിനെ കൂട്ടു നിൽക്കാൻ വേണ്ടി, അത് ദർശമതിയായതുകൊണ്ട് ഉസ്താദിനെ കൂട്ടു നിൽക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ ഇജാബയിലേക്ക് എത്തിയതാണ്. അങ്ങനെ ഉസ്താദുമായി പരിചയപ്പെടുന്നത്. ഞാൻ അതുവരെ അബൂബക്കർ ഉസ്താദിനെ ദർശനം ഓതുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ ചന്ദ്രൂരിൽ നിന്ന് ഉസ്താദ് പോകുമ്പോൾ ഉസ്താദിന് വേണ്ടി കണ്ണുനീരൊഴുക്കി കരഞ്ഞിരുന്നവരെ ഞാൻ കണ്ടിരുന്നു. അതൊക്കെയും ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകളാണ്. പള്ളിയിൽ വന്ന് നിരന്തരമായി ഖുർആൻ ഓതുന്ന ആളുകളാണ്. സാധുക്കളാണ്. പരമദരിദ്രന്മാരായ ആളുകളാണ്. ഉസ്താദിന്റെ വേർപാടിൽ, ഉസ്താദ് ഇവിടെ നിന്ന് പോകുന്നതിൽ അങ്ങേയറ്റം ദുഃഖിതരായി കണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഉർഖുബൂനി ഫീ ദുഅഫാഇക്കും, നിങ്ങൾ സമൂഹത്തിലെ ദുർബലരിലാണ്, സമൂഹത്തിലെ മിസ്കീന്മാരുടെ കൂട്ടത്തിലാണ് എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. മിസ്കീന്മാരോട് ചേർന്ന് നിൽക്കുന്നവനാണ് ബലഹീനരോട്, അധസ്ഥിതരോട് ചേർന്ന് നിൽക്കുന്നവനാണ് പ്രവാചകന്റെ പിൻഗാമി എന്ന സന്ദേശം മഹാനായ ഉസ്താദിന് കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് ആ നാട്ടിലെ സാധുക്കളായ ആളുകളുമായിട്ട്. ചില ആളുകളൊക്കെ ഇന്ന് നമുക്കറിയാം, ഒരു മഹല്ലിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ ഇരിക്കുന്ന ഉസ്താദുമാർ ക്ഷമിക്കണം, നാം സാധാരണ ഉസ്താദുമാർ ചെയ്യുന്ന നാട്ടിലാരൊക്കെ മുതലാളിമാരുണ്ട് എന്നൊരു പറഞ്ഞുണ്ട്. എന്നിട്ട് എങ്ങനെ അവരെ സ്വാധീനിക്കാം, എന്നതിൽ കുതന്ത്രങ്ങളും കൗശലങ്ങളും ഒക്കെ മെനഞ്ഞ് മുതലാളിമാരെ പോക്കറ്റിലാക്കി പരമാവധി അങ്ങനെ പിഴിഞ്ഞുകൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ മഹലിൽ തന്നെ വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എത്രത്തോളം എന്നറിയുമോ, ഇടപ്പള്ളിയിൽ 20 വർഷം ഇടപ്പള്ളി മഹലിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു സമ്പന്നനായ മനുഷ്യൻ എന്നോട്, ഞാൻ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാറുണ്ട്, അദ്ദേഹത്തിന് എന്നെ നന്നായി അറിയുകയും ചെയ്യാം. ഒരു പ്രാവശ്യം പോയപ്പോൾ അദ്ദേഹത്തോട് അജീബ് സ്ഥാനെ പറ്റി ഇങ്ങനെ കുറെ മതില് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, എടപ്പള്ളി ഉസ്താദ് എന്ന സാത്വികനായ അറിയപ്പെട്ട എടപ്പള്ളി ഉസ്താദിന് ശേഷം അത്രയും സാത്വികനായ ഒരു പണ്ഡിതൻ ഇപ്പോഴാണ് ഇവിടെ വന്നത്, അത് മജീദ് ഉസ്താദാണ്. കാരണം ഒരു മുതലാളിയെയും ഒരു സമ്പന്നനെയും പ്രത്യേകം സ്വാധീനിക്കാനോ ബന്ധപ്പെടുത്താനോ ശ്രമിക്കാതെ ദർശന മാത്രം ചിന്തയിൽ കഴിയുന്ന, എല്ലാ മനുഷ്യരോടും ഒരേ മുഖഭാവത്തോടെ സുസ്മേരവദനായി എല്ലാവരെയും എതിരേൽക്കുന്ന ഒരു പണ്ഡിതൻ ഇപ്പോഴാണ് വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉസ്താദിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞപ്പോൾ ആ മുതലാളി ചാടി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചു. എത്രയോ വർഷത്തെ കാണുന്നതാണ്. ഉസ്താദിന്റെ ശിഷ്യമായ സന്തോഷം കൊണ്ട് ചാടി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചു. അപ്പൊ എത്രയോ കൊല്ലം കണ്ടിട്ട് കെട്ടിപ്പിടിച്ചു. ഇല്ലാത്തതിനേക്കാൾ വലിയൊരു സന്തോഷം. എന്തുകൊണ്ടാണ്? അയാൾ ആ ജനറൽ സെക്രട്ടറി ആയി. അയാൾ സാധാരണക്കാരനല്ല, വലിയൊരു സമ്പന്നനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്ന വടുതലയിൽ നിന്നാണ്. അദ്ദേഹം കണ്ടത് ഒരു നിസ്വാർത്ഥനായ പണ്ഡിതനെയാണ്. ഉസ്താദിന്റെ വീട് പണി നടക്കുന്ന സമയത്ത് അവസാനമായി, നാളെ ഉസ്താദ് മരിക്കുന്നതിന്റെ അന്നോ പിറ്റേ ദിവസമോ വീട് വാർക്കാനുള്ളതാണ്. അല്ല, അന്ന് തന്നെ രാവിലെ സുനിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് തസ്ബീഹുമാരായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആരോ പറഞ്ഞ വീടൊന്ന് കയറി കാണാം. ഉസ്താദ് കയറിയില്ല. അതൊക്കെ പണി തീർന്നിട്ട് ഇൻഷാ അല്ലാഹ് തൗഫീഖുണ്ടെങ്കിൽ കാണാം. ആ വീടിനകത്ത് ഉസ്താദ് കയറിയില്ല. ഉസ്താദ് പറഞ്ഞത് അത്രയും ഉസ്താദിന് ദുനിയാവുമായി ബന്ധമുള്ളൂ. ആരെന്ത് ചെറുത് കൊണ്ടുപോയി കൊടുത്താലും വലുത് കൊണ്ടുപോയി കൊടുത്താലും നിറഞ്ഞ മനസ്സോടെ ബാറക്കല്ലാഹ് എന്ന് പറഞ്ഞൊരു ഉസ്താദിന്റെ ഒരു വാക്കുണ്ട്. അത് മനസ്സിൽ തട്ടുന്ന ഒരു ദുആണ്. യഥാർത്ഥത്തിൽ ആലിമീങ്ങൾ പഠിക്കേണ്ടത്, ഇൽമുള്ളവർ പഠിക്കേണ്ടത്, അവർക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ സ്വഭാവം, അവരുടെ അടയാളം ഇമാം മുസാനബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്, ഈ ഇൽമു കൊണ്ട് ദുന്യവിയായ ഒരു നേട്ടം കാക്ഷിക്കാൻ പാടില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല. ഇൽമു അല്ലാഹുവിന്റെ പ്രകാശമാണ്. അത് ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന പേമാരി പോലെയാണ്. ആകാശത്ത് നിന്നിറങ്ങുന്ന പേമാരി അത് അല്ലാഹുവിന്റെ മാത്രം നിയന്ത്രണത്തിലാണ്. ആധുനിക ശാസ്ത്രത്തിന് മഴ പെയ്യിക്കാൻ കഴിയില്ല.
മഴ പെയ്യിപ്പിക്കാനുള്ള അല്ലെങ്കിൽ വെള്ളം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചെങ്കിലും വെള്ളം ഉണ്ടാക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല, മഴ പെയ്യിപ്പിക്കാൻ കഴിയില്ല. മഴ അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അത് മനുഷ്യ മനസ്സുകളെയും മണ്ണിനെയും തണുപ്പിക്കും. കണ്ടില്ലേ, 2 ദിവസം മുമ്പ് മഴ പെയ്തപ്പോൾ ഒരുപാട് മരം കൃഷിയൊക്കെ പോയെങ്കിലും എൻ്റെ വീട്ടിൽ ഞാൻ ഈ ലോക്ക്ഡൌണിൽ നട്ടു വളർത്തിയിരുന്ന കപ്പ എല്ലാം വളർന്ന് ഒരുപാട് വലുതായത് നട്ടു. അപ്പൊ അങ്ങനെ ഒരുപാട് നാശമുണ്ടായാലും മഴ പെയ്തപ്പോഴുള്ള തണുപ്പ്, ആ മഴ പോലെയാണ് ഇൽമ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലു മാ ബഅദനില്ലാഹു തആല മിനൽ ഇൽമി വൽ ഹുദാ കമസലി വൈസിൻ അസാബ അർളൻ. ഞാൻ കൊണ്ടുവന്ന വിജ്ഞാനം, ഞാൻ കൊണ്ടുവന്ന സന്മാർഗം അത് മഴ പോലെയാകുന്നു. കമസലി വൈസിൻ അസാബ, കമസലി വൈസിൻ അസാബ അർളൻ. ഭൂമിയിലേക്ക് വരുന്ന മഴ പോലെയാണ്. ആ മഴ പോലെ അല്ലാഹുവിന്റെ വരദാനമായി പെയ്തിറങ്ങുന്ന, അവൻ ഇഷ്ടപ്പെട്ട ആളുകളുടെ മനസ്സിലേക്ക് അല്ലാഹു അവസരം നൽകിക്കൊണ്ടുവരുന്നതാണ് ഇൽമ് എന്ന ബോധം ഉണ്ടാവണം. അതുണ്ടാകുമ്പോൾ ആ ഇൽമ് കാരണമായി ഒരു ഭൗതികമായ നേട്ടവും കാക്ഷിക്കാൻ പാടില്ല. അങ്ങനെ കാക്ഷിച്ചാൽ അവന്റെ ഇൽമ് അവന് പ്രയോജനപ്പെടാതെ തീരുകയും അവൻ ഉലമാഉ സൂ എന്ന് പറയുന്ന ചീത്ത പണ്ഡിതന്മാർ അല്ലെങ്കിൽ ദുർമാർഗികളായ തിന്മയുടെ പണ്ഡിതന്മാർ ആ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് ഇമാം മുസാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്തുകൊണ്ടാണ് ഉസ്താദ് അങ്ങനെ ആയിത്തീരുന്നത്? പഠിക്കുന്ന കാലത്ത് കോക്കൂർ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുമ്പോൾ തന്നെ വലിയ അദബുള്ള കുട്ടിയായിരുന്നു മജീദ് ഉസ്താദ്. ഉസ്താദിന്റെ ശരീക്കായ ആളുകൾ, ശരീക്കുമാരായ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവർ പറയുന്നു, ഉസ്താദ് പഠിക്കുന്ന കുട്ടി എന്ന് മാത്രമല്ല, എല്ലാവരോടും, ഉസ്താദ് എന്നെ പഠിപ്പിക്കുന്ന ഉസ്താദിനോടും ദർസിലെ മറ്റു മുതിർന്ന വിദ്യാർത്ഥികളോടും വളരെ അദബോടുകൂടി പെരുമാറുന്ന ആളായിരുന്നു. അതാണ് ഉസ്താദിനെ വിജയിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ഉമ്മയുടെ 40 കൊല്ലം ദർശനത്തിന് ഇന്നത്തെ ആൾ ദർശനത്തെ പോലെയല്ല. ഉസ്താദ് മാസത്തിലൊരിക്കലേ വീട്ടിൽ പോകുന്നു, മാസത്തിലൊരിക്കലേ പോകുള്ളൂ. നേരം വെളുത്താൽ വൈകുന്നേരം വരെയും ദർശനം തന്നെയാണ്. ഉസ്താദ് നടക്കാൻ പോലും പോകില്ല. ശാരീരികമായ അസുഖം വന്നപ്പോൾ പോലും നടക്കാൻ പോയാൽ പള്ളിയിലെ പോലും കൂടെ നടക്കാന്നല്ല, അതിന് പോലും പോകും. ദർശനം നമ്മളൊക്കെ വെറി പിടിച്ചു പോകും. അബൂഖുസ്താദിനെ മജീദുസ്താദിന്റെ ദർശനം ഞങ്ങൾ ഓതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ ഇപ്പോഴും ഉറക്കം ഞെട്ടുണരും. ഞെട്ടുണരുന്ന കാലഘട്ടം ഒരു വായിസ്ഥാൻ പുറകെ നിൽക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത വരും. അത്രയും ദർശന് വേണ്ടി ജീവിതം ചെലവഴിച്ചു. 40 വർഷത്തിലേക്ക് ദർശനം നടത്തി. അവസാനം ഉമ്മയോട് പറഞ്ഞു, ഉമ്മയുടെ പടിയിൽ തലവെച്ച് കിടന്ന് മരിച്ചു. വല്ലാത്തൊരു സൗഭാഗ്യമാണ്. തന്റെ ഉസ്താദുമാരെല്ലാം താൻ ജോലി ചെയ്ത മഹല്ല് ഒരാൾക്കും ചില ആളുകൾക്ക് പറയാൻ പറ്റും, സുന്നത്തി ജമാഅത്തിന്റെ വിഷയത്തിൽ ഉസ്താദ് കർശന നിലപാടായിരുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥിക്കാർ ചിലപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങൾ പറയും. അല്ലാതെ പണത്തിന്റെ പേരിൽ, സ്ഥാനമാനത്തിന്റെ പേരിൽ ഒന്നും എന്തെങ്കിലും ഒരു ആഗ്രഹം ഉസ്താദ് പ്രകടിപ്പിച്ചതായിട്ടോ അവിടുത്തെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കറുത്ത ഏട് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അത്രയും സാത്വികനായിരുന്നു ജീവിതം. അതുകൊണ്ടാണ് അല്ലാഹു തആല വളരെ ചെറുപ്രായത്തിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ചുകൂടി വേണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കെ തന്നെ ഒരു കിടപ്പിലാകുക പോലും ചെയ്യാതെ പെട്ടെന്ന് അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് പോയത്. അല്ലാഹു അത് ഉയർത്തുമാറാവട്ടെ. അദബ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ആർക്കില്ല. നമ്മളൊക്കെ അദബ് പഠിച്ചു കാരണം ഉസ്താദുമാരെ അത് കാണിക്കണം, മാതാപിതാക്കൾ അത് കാണിക്കണം, അത് കാണിക്കാറില്ല. വേറെ ആരോടും അദബ് വേണ്ടെന്ന് പറയാൻ വിചാരിച്ചതിനല്ല. അദബ് എല്ലാ സ്ഥലങ്ങളിലും പള്ളിയോട് അദബുണ്ട്. ആ പള്ളിയോട് അതിൽപ്പെട്ടതാണ് പള്ളിക്കകത്ത് വെച്ച് ദുന്യവിയായ കാര്യങ്ങൾ സംസാരിക്കരുത് എന്നത് പള്ളിയോടുള്ള അഥവാണ്. അതൊരാൾ ലംഘിച്ചാൽ അയാൾക്ക് ജീവിതത്തിൽ കുരുത്തക്കേട് കിട്ടും. കുരുത്തക്കേട് കിട്ടിയാൽ അയാൾ ചിലപ്പോൾ ചീത്തയായി പോകും, ആക്കിപത്ത് വരെ മോശമായി പോകും. അതുകൊണ്ടാണ് ഒരാൾ പള്ളിയെ നശിച്ചുകൊണ്ട് കാർക്കിച്ചു തുപ്പിയാൽ, അല്ലെങ്കിൽ പള്ളിക്കകത്തേക്ക് തുപ്പിയാൽ, പള്ളിയാണെന്ന് വരവക്കാർക്കൊക്കെ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും. കാരണം എന്തുകൊണ്ടാണ്? അല്ലാഹു ആദരിച്ചില്ല. പ്രായം ചെന്നവരെ ആദരിക്കണം. ജുമാക്കൊക്കെ വലിയ വലിയ ആളുകൾ ഫ്രണ്ടിൽ സംബന്ധിച്ച് വളവ് കണ്ടാൽ അവരുടെയൊക്കെ തോളൊക്കെ ചവിട്ടി കിടന്നവർ പോകാൻ പാടില്ല. ഇപ്പോഴത്തെ ചില ചെറുപ്പക്കാരൊക്കെ വന്ന കണ്ടാൽ തോന്നും അവൻ ഇമാമ് നിൽക്കാൻ അർഹനായ അത്ര മുപ്പത്തിയാന്ന് വിളിക്കും. എനിക്ക് അതിനുപോലെ തോന്നിയിട്ടുണ്ട് പല ആൾക്കാരെ. ഇവർ വന്നിട്ട് ചവിട്ടി കയറി എല്ലാവരും പിന്നെ ചവിട്ടിയിൽ പോണ കാണുമ്പോഴത്തേക്ക് കോളറെ എടുത്ത് വെച്ചറിയാൻ തോന്നും.
ഒരു ദീനുമില്ലാത്ത ആളുകൾ. എന്തുകൊണ്ട്? അതബില്ല. അതബ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രത്തോളം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഒരു അതബ് കാണാം. എന്താണ് അതബ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു സദസ്സിലിരുന്ന സഹാബത്തിനോട് ഒരിക്കൽ ചോദിച്ചു. ആ സദസ്സിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, പ്രമുഖരായ സഹാബികളൊക്കെ ഉണ്ട്. അവിടുന്ന് നബി തങ്ങൾ ചോദിച്ചു, ഓ സഹാബ, എല്ലാ കാലവും അഥവാ ശിത്തായിലും സൈഫിലും അഥവാ ശൈത്യത്തിലും അതുപോലെ തന്നെ പിന്നെ എല്ലാ കാലഘട്ടത്തിലും, ചൂട് കാലഘട്ടത്തിലും തണുപ്പ് കാലഘട്ടത്തിലും, ഉഷ്ണകാലത്തും ശൈത്യകാലത്തും മഞ്ഞുകാലത്തും ഒക്കെ പഴം തരുന്ന ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷം ഏതാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പെട്ടെന്ന് ആരും മറുപടി കിട്ടിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം എല്ലാ കാലത്തും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് സത്യവിശ്വാസം. ഇത് നമ്മൾ പറഞ്ഞു, ഇതുപോലെയാണ് സത്യവിശ്വാസം. സത്യവിശ്വാസികളുടെ നന്മകൾ എല്ലാ സമയത്തും ഉണ്ടാവും. കാശുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും രോഗമുള്ള അവസ്ഥയിലും വിഷമമുള്ള അവസ്ഥയിലും സന്തോഷമുള്ള അവസ്ഥയിലും എല്ലാ സമയത്തും സുഹൃതങ്ങൾ നന്മകൾ മാത്രം നിർഗളിക്കുന്ന ജീവിയാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അല്ലാതെ നല്ല സന്തോഷമുള്ള സമയത്ത് നമ്മൾ സദഖ ചെയ്യാം, തീരെ വിഷമമുള്ള കുറ്റം പറയാം, അല്ലെങ്കിൽ പിന്നെ വിഷമം വരും മാത്രം അള്ളാഹു നിസ്കരിക്കുക, സന്തോഷമുള്ള സമയത്ത് അള്ളാഹനെ പറഞ്ഞ് ആഹ്ലാദിക്കുക. അത് മുഅ്മിന്റെ അടയാളമല്ല. സന്തോഷത്തിലും സന്താപത്തിലും ക്ഷേമത്തിലും ക്ഷാമത്തിലും അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കുന്ന ഗുണങ്ങൾ മാത്രം ഉണ്ടാകുന്ന വ്യക്തിയാണ് മുഅ്മിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ ഈ മരം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ആർക്കും പെട്ടെന്ന് കിട്ടിയില്ല. അങ്ങനെ ഈ സദസ്സ് വിരിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പ, നബി തങ്ങൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം അറിയാമായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ എന്നിട്ട് നീ എന്താ പറയാതിരുന്നത്? അപ്പൊ ആ ചെറിയ കുട്ടി പറഞ്ഞു, ഉപ്പ, പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങളും അങ്ങയും അതിനേക്കാൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ ഒരു കുട്ടിയായ ഞാൻ കയറി മറുപടി പറയുന്നത് അതബല്ല, അത് അതബ് കേടാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകനെ കെട്ടിവാരി തുടർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് മുത്തബിഉസ് സുന്ന, അതബ് കാണിച്ച ആ കുട്ടി ആരായെന്നറിയുമോ? മുത്തബിഉസ് സുന്ന, നബി തങ്ങളെ പൂർണ്ണമായി അനുധാവനം ചെയ്ത സഹാബി. എല്ലാ സഹാബികളും നബി അനുധാവനം ചെയ്തവർ തന്നെയാണ്. പക്ഷെ മുത്തബിഉസ് സുന്ന എന്ന അപരനാമം, ആ സ്ഥാനപ്പേര് ലഭിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അതബ് വളരെ പ്രധാനപ്പെട്ട. എനിക്കറിയോ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പിന്നെ സംഭവം നമുക്കറിയാമല്ലോ. എന്താ? മൂസാ നബി അടുക്കൽ വന്നിട്ട് സാഹിര്യങ്ങൾ സിഹർ ചെയ്യുന്ന ആളുകൾ മൂസാ നബി ഫിറൗനായിട്ട് മത്സരിച്ചു. മൂസാ നബിയെ അല്ലേ? അവര് സിഹർ കാണിച്ചു, മൂസാ നബിയും അത്ഭുതം കാണിച്ചു. അങ്ങനെ മൂസാ നബി എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ സാഹിര്യങ്ങൾ എല്ലാവരും വടികളും കയറുകളും താഴെ കിട്ടപ്പോൾ അത് പാമ്പായി മാറിയപ്പോൾ മൂസാ നബിയും തന്റെ കയ്യിൽ നിന്ന് വടിയിട്ടു. മൂസാ നബിയെ അങ്ങയുടെ കയ്യിലുള്ളത് ഇട്ടു. അതൊരു ചീറ്റുന്ന പാമ്പായി വന്ന് എല്ലാ പാമ്പുകളെയും വിഴുങ്ങിക്കളഞ്ഞു. ഈ അത്ഭുതം കണ്ടപ്പോൾ അവിടെ ഫിറഔന്റെ അനുയായികളായി നിന്ന സത്യനിഷേധികളായ മുഴുവൻ സാഹിര്യങ്ങളും മൂസാ നബിയുടെ രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം മുഅ്മിനീങ്ങളായി. എങ്ങനെ അവർ മുഅ്മിനീങ്ങളായത്? ഈ വടിയെ പാമ്പ് വന്നപ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു പാമ്പ് വന്ന് വടിയുന്നപ്പോഴേക്കും ആയതല്ല. അതിനേക്കാൾ വലിയ അത്ഭുതം കണ്ടാകാത്തവരുണ്ട്. അവിടെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി അതബാണതിന് കാരണം. എന്താ അതബ്? ഈ മത്സരത്തിന് വന്ന സമയത്ത് ഞാൻ പറയുന്നത് ഈ മത്സരത്തിന് വന്ന സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമും ശത്രുക്കളും, അപ്പുറത്തെ സാഹിര്യങ്ങൾ, ഇപ്പുറത്തെ മൂസാ നബി ഒറ്റക്ക്. ആ സമയത്ത് സാഹിര്യങ്ങൾ എന്ത് ചെയ്തു? അവർ മൂസാ നബിയോട് ചോദിച്ചു, യാ മൂസ ഇമ്മാ അൻ തുൽഖിയ ഔ അൻ നകൂന അവ്വല മൻ അൽഖാ. മൂസ, ആദ്യം നിങ്ങളാണോ തുടങ്ങുന്നത് അതല്ല ഞങ്ങളാണോ തുടങ്ങുന്നത്? ഞങ്ങൾ തുടങ്ങണോ നിങ്ങൾ തുടങ്ങണോ? അള്ളാഹുവിന്റെ പ്രവാചകരുടെ അറിവ് പാലിച്ചു. ആദ്യം ഞങ്ങൾ തുടങ്ങണോ നിങ്ങൾ തുടങ്ങണോ? അനുവാദം ചോദിച്ചു. ആ അനുവാദം ചോദിച്ച് അതവ് കാണിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പ്രവാചകനോട് അതവ് കാണിച്ചതിന്റെ പേരിൽ
അള്ളാഹു തീരുമാനിച്ചു ഈ അറബുള്ള മനുഷ്യന്മാരെയൊന്നും ഇനി കാഫിര്യങ്ങൾക്കാൻ പറ്റില്ല, അവരൊക്കെ നേരെ എല്ലാവർക്കും അള്ളാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനം അഥവാകുന്നു. തന്നേക്കാൾ അറിവിൽ ഉയർന്ന ആളുകളോട്, പ്രായത്തിൽ ഉയർന്ന ആളുകളോട്, മാതാപിതാക്കളോട്, ഗുരുവര്യന്മാരോട്, നമ്മേക്കാൾ നരച്ച ആളുകളോടൊക്കെ മര്യാദയോടെ മാന്യമായി പെരുമാറുന്നവനായാൽ അള്ളാഹു നമ്മെ വിജയിപ്പിക്കും. വന്നിരായ ഉസ്താദ് ചന്ദ്രൂരിലുള്ള പ്രായം ചെന്ന ആളുകളോട് എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് ചന്ദ്രൂരിൽ ഒന്ന് ചോദിച്ചു. നമ്മുടെ മൂസൈക്കാരൊക്കെ വാപ്പയോടൊക്കെ എങ്ങനെ പെരുമാറിയിരുന്നു, അവരെങ്ങനെ ഉസ്താദിനെ സ്നേഹിച്ചിരുന്നു. അതുപോലെ മൂസാറിന്റെ പാപ്പ, ഞങ്ങളുടെ പിതാവ്, അവരൊക്കെ ഉസ്താദിനെ സ്വന്തം മകനേക്കാൾ സ്നേഹിച്ചിരുന്നു. എന്തുകൊണ്ട്? ആ രീതിയിൽ അവരോടൊക്കെ പെരുമാറാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ഏറ്റവും സവിശേഷമായ ഗുണമാണ് മറ്റൊന്ന് അതബ്. ഇങ്ങനെ ഒരുപാടെണ്ണം പറയാനുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെയും അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതുവരെയും അതബ് അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഒരു മനുഷ്യന്റെയും, ഒരു സാലിഹിന്റെയും, ഒരു ആലിമിന്റെയും, നാം ആദരിക്കേണ്ട ഒരാളുടെയും ഗുരുത്തക്കേട് തന്ന് അല്ലാഹു നമ്മളെ പരാജയപ്പെടുത്താതിരിക്കുമാറാവട്ടെ. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം സമയം നേരത്തെ പറഞ്ഞ അപ്പുറമായിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുകയും നമ്മുടെ ഈ അനുസ്മരണം അല്ലാഹു പൊരുത്തപ്പെടാനായി കബൂൽ ചെയ്യുമാറാവട്ടെ. അതുവഴി ഉസ്താദിന്റെ ദർജ അല്ലാഹു ഉയർത്തുകയും നാളെ സ്വർഗ്ഗത്തിൽ ഉസ്താദിനെ കാണാൻ അതിനേക്കാളെല്ലാം ഏറെ നമ്മുടെ നേതാവായ തങ്ങളെ സ്വർഗ്ഗത്തിൽ വെച്ച് ഒരു അല്പസമയമെങ്കിലും അവിടുത്തെ സ്ഥലത്തിലിരിക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ. അതുപോലെ വരക്കൽ മുല്ലക്കോയ തങ്ങളവരെ അനുസ്മരിക്കുന്ന സംസ്ഥയുടെ സ്ഥാപക നേതാവായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ അനുസ്മരിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റ് ദിവസമാണ്. അല്ലാഹു അവിടെയും ദർജ ഉയർത്തുമാറാവട്ടെ.
والعلم